സി ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ഭാഗങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ ക്യാരേജ്, ലൈൻ സ്പേസ്, അഡ്ജസ്റ്റിംഗ് ലിവർ, സിലിണ്ടർ, പേപ്പർ ബെയിൽ, മാർജിനൽ സ്റ്റോപ്പ് തുടങ്ങിയവയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ആ എപ്പിസോഡ് കൂടി കാണുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗമാണ് കാർഡ് ഹോൾഡർ. കാർഡ് ഹോൾഡർ ആണ് ഈ എപ്പിസോഡിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായി 2 കാർഡ് ഹോൾഡറുകളാണ് ഉള്ളത്. സാധാരണയായി ടൈപ്പ് റൈറ്ററിൽ 2 കാർഡ് ഹോൾഡറുകളാണ് ഉള്ളത്. ഇത് ടൈപ്പ് ഗൈഡിൻ്റെ വശത്തായിട്ടാണ് കാണപ്പെടുന്നത്. കാർഡ് ഹോൾഡറാണ് നമ്മൾ പറഞ്ഞത്. സാധാരണയായി 2 കാർഡ് ഹോൾഡറുകളാണ് ഉണ്ടാവുക. അത് ടൈപ്പ് ഗൈഡിൻ്റെ വശത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് കട്ടിയായ കാർഡ് സിലിണ്ടറിനോട് പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. കട്ടിയായിട്ടുള്ള കാർഡുകൾ സിലിണ്ടറിനോട് പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. കാർഡ് ഹോൾഡറിലുള്ള ദ്വാരങ്ങൾ ലംബമായും സമാന്തരമായും വരകൾ ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാർഡ് ഹോൾഡറിലുള്ള ദ്വാരങ്ങൾ ലംബമായും സമാന്തരമായും വരകൾ അല്ലെങ്കിൽ ലൈനുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കാർഡിൻ്റെ അവസാന ഭാഗം വരെ ടൈപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. കാർഡ് ഹോൾഡറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സാധാരണയായിട്ട് 2 കാർഡ് ഹോൾഡറുകളാണ് ഉണ്ടാവുക. ഇത് ടൈപ്പ് ഗൈഡിൻ്റെ വശത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് കട്ടിയായ കാർഡ് സിലിണ്ടറിനോട് കൂടി പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിലുള്ള ദ്വാരങ്ങൾ ലംബമായും സമാന്തരമായും വരകൾ ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാർഡിൻ്റെ അവസാന ഭാഗം വരെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ഭാഗമാണ് വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെങ്കിൽ പുഷ് ബട്ടൺ. വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പുഷ് ബട്ടൺ എന്ന് പറയുന്നത്. ഇടതുവശത്ത് തമ്പ് വീലിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന നോബാണ് പുഷ് ബട്ടൺ അല്ലെങ്കിൽ വേരിയബിൾ ലൈൻ സ്പേസർ. ഇടതുവശത്തായിട്ട് തമ്പ് വീലിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന നോബിനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെങ്കിൽ പുഷ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടറിനെ കറക്കുന്നതിനും വളരെ ചെറിയ തോതിൽ ലൈൻ സ്പേസ് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് സിലിണ്ടറിനെ കറക്കുന്നതിനും അതുപോലെ തന്നെ വളരെ ചെറിയ തോതിൽ ലൈൻ സ്പേസ് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ ലൈൻ സ്പേസർ ഇൻസേർഷൻ ടൈപ്പിങ്ങിൽ വരികളുടെ ശരിയായ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വേരിയബിൾ ലൈൻ സ്പേസർ ഇൻസേർഷൻ ടൈപ്പിങ്ങിൽ വരികളുടെ ശരിയായ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ സ്വതന്ത്രമായിട്ട് തിരിയുന്നു. വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ സ്വതന്ത്രമായി തിരിയുന്നു. അപ്പോൾ നമ്മൾ വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെങ്കിൽ പുഷ് ബട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഇടതുവശത്ത് തമ്പ് വീലിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന നോബാണ് വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെങ്കിൽ പുഷ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടറിനെ കറക്കുന്നതിനും അതുപോലെ തന്നെ വളരെ ചെറിയ തോതിൽ ലൈൻ സ്പേസ് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ ലൈൻ സ്പേസർ ഇൻസേർഷൻ ടൈപ്പിങ്ങിൽ വരികളുടെ ശരിയായിട്ടുള്ള സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിലിണ്ടറിനെ സ്വതന്ത്രമായിട്ട് തിരിയാനും സഹായിക്കുന്നുണ്ട്. വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ സ്വതന്ത്രമായിട്ട് തിരിയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗമാണ്
ഡീറ്റൻഡ് റിലീസ് ലിവർ, ഡീറ്റൻഡ് റിലീസ് ലിവർ അല്ലെങ്കിൽ റാച്ചറ്റ് ഡീറ്റൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് റാച്ചറ്റ് ഡീറ്റൻഡ്. ഇത് ക്യാരേജിൻ്റെ ഇടതുവശത്തായിട്ട് സിലിണ്ടറിനും ഇടത് തമ്പു വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഡീറ്റൻഡ് റിലീസ് ലിവർ ക്യാരേജിൻ്റെ ഇടതുവശത്തായിട്ട് സിലിണ്ടറിനും ഇടത് തമ്പു വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പേപ്പറിൽ, അതായത് റൂൾസ് പേപ്പറിൽ കെമിക്കലും മാത്തമാറ്റിക്കലുമായിട്ടുള്ള ഫോർമുല ടൈപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഡീറ്റൻഡ് റിലീസ് ലിവർ റൂൾസ് പേപ്പറിൽ കെമിക്കലും മാത്തമാറ്റിക്കലുമായിട്ടുള്ള ഫോർമുലകൾ ടൈപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാരേജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 റിലീസ് ലിവറുകളാണ് ഉള്ളത്. ക്യാരേജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 റിലീസ് ലിവറുകളാണ് ഉള്ളത്. ഈ ഡീറ്റൻഡ് റിലീസ് ലിവറിൻ്റെ അല്ലെങ്കിൽ റിലീസ് ലിവറിൻ്റെ നിക്കൽ കൊണ്ടുള്ള പ്ലേറ്റിംഗ് ഭാഗം ചാമോയിസ് ലെതർ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. റിലീസ് ലിവറിൻ്റെ നിക്കൽ കൊണ്ടുള്ള പ്ലേറ്റിംഗ് ഭാഗം ചാമോയിസ് ലെതർ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. ക്യാരേജ് റിലീസ് ലിവർ തമ്പു വീലിൽ വശങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാരേജ് റിലീസ് ലിവർ തമ്പ് വീലിൻ്റെ വശങ്ങളിലായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡീറ്റൻഡ് റിലീസ് ലിവറിനെ കുറിച്ചാണ്. ഇത് കാണപ്പെടുന്നത് ക്യാരേജിൻ്റെ ഇടതുവശത്തായിട്ട് സിലിണ്ടറിനും അതുപോലെ തന്നെ ഇടതു തമ്പു വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഡീറ്റൻഡ് റിലീസ് ലിവർ റൂൾസ് പേപ്പറിൽ കെമിക്കലും അതുപോലെ തന്നെ മാത്തമാറ്റിക്കലുമായിട്ടുള്ള ഫോർമുലകൾ ടൈപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാരേജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 റിലീസ് ലിവറുകളാണ് കാണപ്പെടുന്നത്. റിലീസ് ലിവറിൻ്റെ നിക്കൽ കൊണ്ടുള്ള പ്ലേറ്റിംഗ് ഭാഗം ചാമോയിസ് ലെതർ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. ക്യാരേജ് റിലീസ് ലിവർ തമ്പു വീലിൻ്റെ വശങ്ങളിലായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാരേജ് റിലീസ് ലിവർ തമ്പു വീലിൻ്റെ വശങ്ങളിലായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗമാണ് ഫീഡ് റോളറുകൾ. അടുത്ത ഭാഗം ഫീഡ് റോളർ. സാധാരണയായിട്ട് 2 സെറ്റ് ഫീഡ് റോളറുകളാണ് ഉള്ളത്. സാധാരണയായി 2 സെറ്റ് ഫീഡ് റോളറുകളാണ് ഉള്ളത്. ആ 2 സെറ്റ് ഫീഡ് റോളറുകൾ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഈ 2 ഫീഡ് റോളറുകൾ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പേപ്പർ നല്ലവണ്ണം ഫീഡ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. ഇത് പേപ്പർ നല്ലപോലെ ഫീഡ് ചെയ്യുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫീഡ് റോളറുകൾ പേപ്പറിനെ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തു നിന്നും അടുത്ത വരിയിലോട്ട് തള്ളുന്നു. ഫീഡ് റോളറുകൾ പേപ്പറിനെ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തു നിന്നും അടുത്ത വരിയിലോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. ഫീഡ് റോൾ റിലീസ് ലിവർ സിലിണ്ടറിനും വലതു തമ്പു വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഫീഡ് റോൾ റിലീസ് ലിവർ സിലിണ്ടറിനും വലതു തമ്പു വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫീഡ് റോളറിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് 2 സെറ്റ് ഫീഡ് റോളറുകളാണ് കാണപ്പെടുന്നത്. ഇവ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പേപ്പർ നല്ലവണ്ണം ഫീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഫീഡ് റോളർ ഉപയോഗിക്കുന്നത്. ഫീഡ് റോളറുകൾ പേപ്പറിനെ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തു നിന്നും അടുത്ത വരിയിലോട്ട് നീക്കുന്നു. ഫീഡ് റോൾ റിലീസ് ലിവർ സിലിണ്ടറിനും അതുപോലെ തന്നെ വലത് തമ്പ് വീലിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ഭാഗമാണ് ലൈൻ സ്പേസ് പാൾ. ലൈൻ സ്പേസ് പാൾ. ലൈൻ സ്പേസ് ലിവറിനോട് ചേർന്നിരിക്കുന്ന ചെറിയ കൊളുത്തിനെയാണ് ലൈൻ സ്പേസ് പാൾ എന്ന് പറയുന്നത്. ലൈൻ സ്പേസ് ലിവറിനോട് ചേർന്നിരിക്കുന്ന ചെറിയ കൊളുത്തിനെയാണ് ലൈൻ സ്പേസ് പാൾ എന്ന് പറയുന്നത്. ഇത് റാച്ചറ്റിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ലൈൻ സ്പേസ് ചലനം ഉണ്ടാക്കുന്നു. ഇത് റാച്ചറ്റിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ലൈൻ സ്പേസ് ചലനം ഉണ്ടാക്കുന്നു.
പേപ്പർ ടേബിളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. പേപ്പർ ടേബിളിലായിട്ടാണ് ലൈൻ സ്പേസ് പാൾ കാണപ്പെടുന്നത്. പേപ്പർ ടേബിളിനെ നമുക്ക് പേപ്പർ റെസ്റ്റ് പ്ലേറ്റ് എന്നും അതുപോലെ തന്നെ പേപ്പർ ഷെൽഫ് എന്നും പറയാവുന്നതാണ്. പേപ്പർ ടേബിളിൻ്റെ മറ്റു പേരുകളാണ് പേപ്പർ റെസ്റ്റ് പ്ലേറ്റ്, പേപ്പർ ഷെൽഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈൻ സ്പേസ് പാളിനെ കുറിച്ചാണ്. ഇത് കാണുന്നത് ലൈൻ സ്പേസ് ലിവറിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ കൊളുത്തായിട്ടാണ്. ഇത് റാച്ചറ്റിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ലൈൻ സ്പേസ് ചലനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇത് പേപ്പർ ടേബിളിലായിട്ടാണ് കാണുന്നത്. ഈ പേപ്പർ ടേബിളിൻ്റെ മറ്റു പേരുകളാണ് പേപ്പർ റെസ്റ്റ് പ്ലേറ്റ് എന്നും പേപ്പർ ഷെൽഫ് എന്നും. അടുത്ത ഭാഗമാണ് പേപ്പർ സൈഡ് ഗൈഡ്. പേപ്പർ സൈഡ് ഗൈഡ് അല്ലെങ്കിൽ പേപ്പർ ഗൈഡ് എന്നും പറയാം. പേപ്പർ ഗൈഡ് എല്ലാ പേപ്പറിലും ഒരേപോലെയുള്ള ലെഫ്റ്റ് മാർജിൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ ഗൈഡ് എല്ലാ പേപ്പറിലും ഒരേപോലെയുള്ള ലെഫ്റ്റ് മാർജിൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ ഗൈഡ് പേപ്പർ ടേബിളിൻ്റെ ഇടതുവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. പേപ്പർ ഗൈഡ് പേപ്പർ ടേബിളിൻ്റെ ഇടതുവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. പേപ്പർ ഗൈഡ് ഇടതുവശം മാർജിൻ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. പേപ്പർ ഗൈഡ് ഇടതുവശത്തുള്ള മാർജിൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞത് പേപ്പർ ഗൈഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പേപ്പർ സൈഡ് ഗൈഡിനെ കുറിച്ചാണ് പറഞ്ഞത്. പേപ്പർ ഗൈഡ് എല്ലാ പേപ്പറിലും ഒരേപോലെയുള്ള ലെഫ്റ്റ് മാർജിൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ ഗൈഡ് പേപ്പർ ടേബിളിൻ്റെ ഇടതുവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. പേപ്പർ ഗൈഡ് ഇടതുവശത്തുള്ള മാർജിൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.